ചിലർക്ക് ആകർഷണീയമായ വ്യക്തിത്വമുള്ളതുപോലെ തന്നെ മറ്റു ചിലർക്ക് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി അഥവാ നെഗറ്റീവ് പേഴ്സണാലിറ്റി ഉണ്ടാകാനും ഇടയുണ്ട്. ഒരു വ്യക്തിയിൽ ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി എങ്ങനെ ഉടലെടുക്കുന്നു? താൻ എപ്പോഴും ഒറ്റയ്ക്കാണെന്ന് തോന്നൽ, തന്നെ സ്നേഹിക്കാനും തൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ആരുമില്ലെന്ന ചിന്ത, അതുമൂലം അനുഭവിക്കുന്ന സുരക്ഷിതത്വമില്ലായ്മ, ഇതൊക്കെ ചേർന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരാളിൽ രൂപപ്പെടുത്തുന്ന മാനസികാവസ്ഥയാണ് ബേസിക് ആങ്സൈറ്റി അല്ലെങ്കിൽ അടിസ്ഥാന ഉത്കണ്ഠ. ഇതാണ് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റിക്ക് കാരണം. ചില കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ബേസിക് ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നു. എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയുണ്ട്. 5 വയസ്സുണ്ട് അവന്. അവൻ്റെ അമ്മ അവനെ ഒറ്റയ്ക്കാക്കി വിട്ടുപോകുമോ എന്നതാണ് എപ്പോഴും അവൻ്റെ ചിന്ത. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് എത്ര പറഞ്ഞാലും അവന് ബോധ്യമാവില്ല. സ്കൂളിൽ പോവാൻ കൂട്ടാക്കില്ല. ക്ലാസ്സിലിരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് കരയും. കൂട്ടുകൂടാനോ കളിക്കാനോ തയ്യാറാവില്ല. എന്താണിങ്ങനെ? ഈ കുട്ടിക്ക് തോന്നുന്നത് താൻ എപ്പോഴും ഒറ്റയ്ക്കാണ്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ ആരുമില്ല, ഞാൻ സുരക്ഷിതനല്ല എന്നൊക്കെയാണ്. വളർന്നു വലുതാകുമ്പോൾ ഇത്തരം വൈകാരിക പ്രയാസമുള്ളവർ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അസ്വാഭാവികമായ ചില ആവശ്യങ്ങൾ ഉള്ളവരായി മാറുന്നു. ചെറുപ്പകാലത്ത് അവർക്ക് ലഭിക്കാതെ പോയ സുരക്ഷിതത്വവും സ്നേഹവും മുതിർന്നു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ പെരുമാറ്റത്തെയും മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്ന ചില നിർബന്ധങ്ങളായി മാറുന്നു. ഇതിനെയാണ് ന്യൂറോട്ടിക് നീഡ്സ് എന്ന് വിളിക്കുന്നത്. ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി അഥവാ നെഗറ്റീവ് പേഴ്സണാലിറ്റി തിരിച്ചറിയാൻ ന്യൂറോട്ടിക് നീഡ്സ് എന്താണെന്ന് നാം അറിയണം. ഒരുപക്ഷെ ഇത്തരം ആവശ്യങ്ങളുള്ള ചിലരെയെങ്കിലും നമുക്ക് പരിചയമുണ്ടാവും. അനുചിതമായ ആ ആവശ്യങ്ങളിൽ ഒന്നാമത്തേതാണ് എപ്പോഴും സ്നേഹിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുക എന്നത്. എല്ലാവരുടെയും സ്നേഹവും അംഗീകാരവും ആഗ്രഹിക്കുക എന്നത് ഒരു മോശം കാര്യമല്ല. അതെല്ലാവരുടെയും ആവശ്യമല്ലേ? പക്ഷേ എല്ലാവരും എപ്പോഴും തന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കണം, താൻ ചെയ്യുന്നതെല്ലാം അംഗീകരിക്കണം എന്നൊരൽപ്പം വാശിയോടെ ചിന്തിച്ചാലോ, സംഗതി ഗൗരവമായ ഒരു പേഴ്സണാലിറ്റി പ്രശ്നമായി മാറുന്നു. ഇത്തരത്തിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും അവരുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴുമൊക്കെ ഒരു പ്രത്യേക മുൻകരുതൽ സൂക്ഷിക്കും. ഒരുപക്ഷെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് എതിരഭിപ്രായം ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവും. എന്നാലും അവരത് പ്രകടിപ്പിക്കില്ല. കാരണം തന്നോട് മറ്റുള്ളവർക്കുള്ള മതിപ്പ് കുറയുമെന്ന പേടി. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അവരുടെ സ്നേഹം കിട്ടാനും സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഇവർക്ക് മടിയില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തന്നെ ആരും സ്നേഹിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന ചിന്തയാണ് ഇവർക്ക്. രണ്ടാമത്തെ ന്യൂറോട്ടിക് നീഡാണ് ജീവിത പങ്കാളിയിലുള്ള അമിതമായ ആശ്രയത്വം. എന്തിനും ഏതിനും ജീവിത പങ്കാളി കൂടെ ഉണ്ടാവണം. പങ്കാളി ഒപ്പമുള്ളപ്പോൾ ഒന്നും പേടിക്കാനില്ലെന്ന വിശ്വാസമാണ് ഇവർക്കുള്ളത്. ജീവിത പങ്കാളി തൻ്റെ സ്വന്തമായിരിക്കണമെന്ന ഉറപ്പാണ് ഇവരുടെ ആവശ്യം. യഥാർത്ഥത്തിൽ ഇത്തരം ചിന്തകൾ ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷേ അമിതമായി കഴിയുമ്പോൾ അതും അപകടകരമായ മാനസികാവസ്ഥയ്ക്ക് കാരണമാകും. അതവരെ ചിലപ്പോഴൊക്കെ സംശയത്തോടെ പങ്കാളിയെ വീക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട്. അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ പുറത്തേക്ക് പോയാൽ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കും. എവിടെ, ആരുടെ കൂടെ, എന്ത് ചെയ്യുന്നു, പല ചോദ്യങ്ങളാണ്. ഈ രീതി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാവാം. ഇത് സ്നേഹമാണോ സംശയമാണോ എന്ന് അവർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ജീവിത പങ്കാളിയുടെ ഫോൺ പരിശോധിക്കുകയും തന്നേക്കാൾ അധികമായി മറ്റാർക്കെങ്കിലും വേണ്ടി അവർ സമയം ചെലവഴിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇവരുടെ ഒരു രീതി. മറ്റൊരു ന്യൂറോട്ടിക് നീഡാണ് സ്വയം ഒതുങ്ങിക്കൂടുക എന്നത്. മറ്റുള്ളവരിൽ നിന്ന് എത്രമാത്രം അകന്നു നിൽക്കാമോ അത്രയും അകന്നു നിൽക്കാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. ആരോടും ഒട്ടും സഹകരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കൊന്നും അറിയണ്ട, എനിക്കാരെയും കാണുകയും വേണ്ട, അവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നതാണ് ഇവരുടെ ഒരു മനോഭാവം. ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഉള്ളവരുടെ മറ്റൊരാവശ്യമാണ് സ്വന്തം കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ഉപയോഗിക്കുക എന്നത്. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന രീതി. മറ്റുള്ളവരോട് അടുപ്പം കാണിച്ചവരിൽ നിന്ന് പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്ന ഈ കൂട്ടർ യഥാർത്ഥത്തിൽ ഒട്ടും ആത്മാർത്ഥതയില്ലാത്തവരായിരിക്കും. തന്നെ സഹായിച്ചവരോട് യാതൊരു പ്രതിബദ്ധതയും അവർ കാണിച്ചെന്നും വരില്ല. എങ്ങനെയെങ്കിലും സ്വന്തം കാര്യം നടക്കണം, നടന്നു കഴിഞ്ഞാലോ എല്ലാം തൻ്റെ കഴിവാണെന്ന ഭാവവും. നെഗറ്റീവ് പേഴ്സണാലിറ്റിക്കാരുടെ മറ്റൊരു അനുചിതമായ ആവശ്യമാണ് ഞാനൊരു വലിയ ആളാണെന്ന് വരുത്തുക എന്നത്. പൊതുപരിപാടികളിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കാര്യങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ പറയുക, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുക, അങ്ങനെ ഞാൻ വേറെ ലെവലാണെന്ന് സ്വയം ചിന്തിച്ച് അവരറിയാതെ പരിഹാസ്യരാവുക. ഇനിയുമുണ്ട് മനസ്സിലാക്കേണ്ട 5 ന്യൂറോട്ടിക് നീഡ്സ്. ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം,
ഇത്തരം ട്രെയ്റ്റ്സ് നമ്മിലുണ്ടെങ്കിൽ എങ്ങനെ മാറ്റാം, തെറാപ്പി വഴി ഇത് മാറ്റാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓർക്കുക, ഇത്തരം അറിവുകൾ മറ്റൊരാളെ ജഡ്ജ് ചെയ്യാനല്ല, മറിച്ച് നമ്മെ തന്നെ നന്നായി മനസ്സിലാക്കി സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു ടൂളായി കരുതി അതിനായി പരിശ്രമിക്കാം.